എൻ്റെ പിയണിക്ക എല്ലാവരും പറഞ്ഞത് കായ്ക്കില്ല മരം തൈ വെട്ടിക്കളയാനെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കായ്ക്കട്ടെ, ഞാൻ വെട്ടൂല. ഇപ്പം നോക്കിക്കേ, പെട്ടെന്ന് തന്നെ എത്ര എണ്ണം കായ്ച്ചെന്ന് നോക്കി. ഒരു മരത്തിൽ വരിയായിട്ട് കണ്ട 1 2 ഇതടക്കുന്നുണ്ട 3 4 കണ്ട 5 6 എണ്ണം കണ്ട 6 എണ്ണം ഉണ്ട്. 1 2 അങ്ങനെ കായ്ക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇവിടുത്തെ മണ്ടയിൽ ഇട്ടയ്ക്കണ്ട, മുറിച്ച് പറിച്ച് ഈ തയ്യ വെട്ടിക്കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പറിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം നോക്കിയാണ് എന്ത് സന്തോഷമുള്ള കാര്യമാണല്ലേ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ കാണാൻ, വളർത്താനും. പക്ഷെ കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ, ഇത് വേറെ കാര്യം. എന്നാൽ കഴിക്കില്ലെന്നല്ല, കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വളർത്താനൊക്കെ. ഇനി കായ്ക്കുമെന്ന് തോന്നുന്നില്ല. മരം ഒരു ചെടി ഒരിതായി. പിന്നെ ഓറഞ്ച് മുന്തിരി ഇത് വേണ്ട എന്ത് ഭംഗിയായിട്ട് പൂത്ത് വരുന്നെന്ന് നോക്കിയാണ്. മുന്തിരിങ്ങ ഇത് 2 വർഷമായി തൈ നട്ടിട്ട്. താഴെ നട്ടയ്ക്കുന്ന, തറയിൽ നട്ടയ്ക്കുന്നതാണ്. ഇത് ടെറസിൻ്റെ മണ്ടയിലോട്ട് പടത്തി വിട്ടിട്ട് 1 വർഷത്തിൽ കൂടുതൽ വരും. അപ്പോൾ ഞങ്ങൾ 2-3 കൊല്ലം ഇത് പറിച്ച് കഴിച്ച് കഴിഞ്ഞ് ഇനി ഇതൊക്കെ മുറ്റി വരുന്നത് ഇവിടെ നിൽക്കുന്നു. ഇവിടെ നിൽക്കുന്നു, ഇതുണ്ട്, ഇത് നിൽക്കുന്നു, ഇവിടെ തോനെ നിൽക്കുന്നു. ഇനി തോനെ കായ്ക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ രാത്രിയിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് ഐസ് വെള്ളം എടുത്ത് 2 വെള്ളം കൂടെ സാധാരണ നോർമൽ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന് തളിച്ചിട്ടൊക്കെയാണ് രാത്രിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു പെട്ടെന്ന് കായ്ച്ചത്. ഇല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് മുന്തിരി കായ്ക്കുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. പിന്നെ അതിലൊക്കെ ശരിക്കും പൂവൊക്കെ വന്നിരുന്നു. ഇപ്പോൾ വെയിൽ സമയം ആയപ്പോഴത്തേക്ക് വീണ്ടും പട്ട്. ഞാൻ ഇത് ഇങ്ങനെ വന്നിട്ട് രാവിലെയൊക്കെ വന്നിത് കണ്ടിട്ട് ഞാൻ ഇതൊക്കെ ഒരെണ്ണമൊക്കെ പറിച്ച് തിന്നിട്ട് ഇവർ സെറ്റോടെ, ഇപ്പം ഞാൻ സെറ്റോടെ ഇങ്ങനെ കിട്ടി, നല്ല വിളഞ്ഞിരിക്കുന്നത്. സെറ്റോടെ ഞാൻ ഒന്നൊക്കെ പറിച്ച് തിന്നുമായിരുന്നു. എനിക്ക് ഇത് എന്തൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ. മുന്തിരിയൊക്കെ നിൽക്കുന്നത്, ഇവിടെ ഇത് നിൽക്കുന്നത്. പിന്നെ ഞാനിത് ഈ ചെടി വെള്ളപ്പൂവാണ്. വെള്ളപ്പൂ ഇതാ, ഞാൻ പൂവൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മഴ വന്നാകെ നാശമായി നിൽക്കുന്ന പൂവും ചെടിയും. അത് ഇനിയിപ്പോൾ ശരിയാവുമല്ലോ. താഴെ നട്ടിക്കുന്നതാണ് ഇനി ടെറസിൻ്റെ മണ്ടയിൽ കിടക്കുന്നത്. അതുപോലെ അവിടെയും ഉണ്ട്, ആ വീട്ടിൻ്റെ അവിടെ. അത് ഞാൻ നട്ടത് തന്നെ. കണ്ട കിട്ടുന്നില്ലെന്ന് തോന്നുന്നു, നല്ലപോലെ കിട്ടുന്നില്ല. അവിടെയും നട്ടിട്ടുണ്ട്. ഇതുപോലെ വലിയ ചെടിയായി അതും ഇങ്ങനെ സുന്ദരിയായിട്ട് പൂത്ത് നിൽക്കുന്നു. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇനി ഒരു ദിവസം. ഈ മുന്തിരി നല്ല പുളിപ്പാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. എന്നാലും ഞാനതിപ്പോൾ പറിച്ച് തിന്നുകയാണ്. ഇനിയിപ്പോൾ ചുമയ്ക്കുന്നതെന്ന് അറിഞ്ഞൂടാ, ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുന്ദരി ഇവിടെ നിൽക്കുന്നു, കണ്ട അവിടെ ഒരു സുന്ദരി ഇവിടെ നിൽക്കുന്നുണ്ട്.